ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം. ലൂക്കോസ് 11 അതിൻ്റെ 5 മുതൽ 9 വരെ. മൈക്കിൽ കൂടെ വായിച്ചേ. பின்னும் அவர் அவர்களை நோக்கி, உங்களில் ஒருவன் தனக்கு சிநேகிதனாயிருக்கிறவனிடத்தில் பாதி ராத்திரியிலே போய், சிநேகிதனே, என் சிநேகிதன் ஒருவன் வழி பிரயாணமாய் என்னிடத்தில் வந்திருக்கிறான், அவன் முன் வைக்கிறதற்கு என்னிடத்தில் ஒன்றுமில்லை, நீ 3 அப்பங்களை எனக்கு கடனாக தர வேண்டும் என்று கேட்டுக்கொண்டான். வீட்டுக்குள் இருக்கிறவன் பிரதியுத்தரமாக, என்னை தொந்தரவு செய்யாதே, கதவு பூட்டி ஆயிற்று, என் பிள்ளைகள் என்னோட கூட படுத்திருக்கிறார்கள், நான் எழுந்திருந்து உனக்கு தரக்கூடாது என்று சொன்னான். பின்பு தனக்கு அவன் சிநேகிதனாய் இருக்கிறது நிமித்தம் எழுந்து அவனுக்கு கொடாவிட்டாலும் தன்னிடத்தில் அவன் வருந்தி கேட்கிறது நிமித்தமாவது எழுந்திருந்து அவனுக்கு தேவையானதை கொடுப்பான் என்று உங்களுக்கு சொல்லுகிறேன். ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വെളിപ്പാടിന്റെ പുസ്തകത്തിൽ യേശു ഒരുത്തന്റെ വീട്ടിൽ വന്ന് വാതിൽ തട്ടുക. ഹലോ, യേശു അവൻ വാതിൽക്കൽ വന്ന് മുട്ടി, അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്റെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? അത്താഴം കഴിക്കും. ഇപ്പോൾ വാതിൽ മുട്ടുന്നത് ഞാനാണ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിൽ വാതിൽക്കൽ മുട്ടുന്ന ആരാണ്? ഞാൻ, മൈസെൽഫ്. നേരത്തെ വാതിൽക്കൽ മുട്ടിയത് യേശു ആണെങ്കിൽ ഇപ്പോൾ ഞാൻ. നമ്പർ 1, നീ യേശുവിൻ്റെ അടുക്കൽ പോയില്ല എങ്കിലും യേശു നിന്റെ വീട്ടിൽ വരും. നമ്പർ 2, യേശു നിന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ നീ യേശുവിൻ്റെ വീട്ടിൽ പോയി വാതിൽ തട്ടണം. ഇവിടെ സ്നേഹിതൻ എന്ന് പറയുന്നത് യേശുവാണ്. ഹൂ ഈസ് യുവർ ഫ്രണ്ട്? രണ്ട് ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഫ്രണ്ടിന് ആവശ്യം വന്നപ്പോൾ അവൻ പെട്ടെന്ന് മറ്റൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുക. ഇവിടെ ഒരു ഫ്രണ്ട് ഞാനാണ്, ആവശ്യക്കാരനായ ഫ്രണ്ട് ഞാനാണ്. എന്റെ കൂട്ടുകാരൻ ആരാണ്? യേശു. ഇതെപ്പോഴാ സംഭവിക്കുന്നത്? അർദ്ധരാത്രി. ഹലോ, ഇതെപ്പോഴാ സംഭവിക്കുന്നത്? ഞാൻ അർദ്ധരാത്രി 3-ാം യാമത്തിൽ നടക്കുന്ന കാര്യമാണ്. നിനക്ക് യേശുവിനോടുള്ള ആവശ്യം വരുന്നത് അർദ്ധരാത്രികളിലാണ്, 3-ാം യാമങ്ങളിലാണ്. ഒരു സ്നേഹിതൻ ഇനിയൊരു സ്നേഹിതന് വേണ്ടി വരികയാണ്. അതായത് 3 സ്നേഹിതന്മാരെ പറ്റി ഇവിടെ പറയുന്നത്. ഒരു സ്നേഹിതൻ വിശന്ന് അവശനായി കിടക്കുക, അവന്റെ അവശത മാറ്റാൻ വേറൊരു സ്നേഹിതൻ പുറപ്പെടുകയാണ്. ആരടുത്ത്? ഉള്ളവന്റെ അടുത്ത്. ആവശ്യം വിശപ്പായിരിക്കാം, രോഗമായിരിക്കാം, കടപ്രശ്നമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അർദ്ധരാത്രി വിശന്ന് വരുന്നവർ കാണും, അർദ്ധരാത്രി രോഗം മൂർച്ഛിച്ചു വരുന്നവർ കാണും, അർദ്ധരാത്രി കടഭാരം കാരണം ജീവിക്കാൻ വയ്യാതെ മരിച്ചാ മതി എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നവർ കാണും. ഒരു പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട് നിനക്കുണ്ടായിരുന്നാൽ നീ മരിക്കേണ്ടത് വരത്തില്ല. ആ ഫ്രണ്ട് യേശു എന്ന ഫ്രണ്ടിന്റെ അടുത്ത് പോവുക. ഈ ഭാഗവും കനാന്യ സ്ത്രീയും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ വിടുതലിന് വേണ്ടിയിട്ട് പോകുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ് വന്നേ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല, പോ എന്ന് പറഞ്ഞു. അതേ സംഭവം ഇവിടെ വെളിപ്പെടുന്നത്. സ്നേഹിതം മുട്ടിയപ്പോൾ സ്നേഹിതം പറയാ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്നുറങ്ങാ, ഡിസ്റ്റർബ് ചെയ്യാതെ പോടേ എന്ന് പറയുക. കണ്ടോ? യവനും പോയില്ല, കനാന്യ സ്ത്രീയും പോയില്ല. കാരണം കനാന്യ സ്ത്രീക്ക് യേശു ഫ്രണ്ടായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. ഈ ഫ്രണ്ടിനെ അറിയാം, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നെ അവൻ കൈവിടത്തില്ല. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കതക് തുറക്കുന്നത് വരെ മുട്ടണം, കേളുങ്കൽ തരപ്പെടും, കേളുങ്കൽ തരപ്പെടും. ആമേൻ. നീ ചോദിക്കുന്നത് ലഭിക്കുന്നത് വരെ ചോദിക്കണം. പാസ്റ്റർ എത്ര നേരം പ്രാർത്ഥിക്കണം? ചിലരുടെ ക്വസ്റ്റ്യനാ, പാസ്റ്റർ എത്ര നേരം പ്രാർത്ഥിക്കണം? നിന്റെ വിഷയത്തിന് വിടുതൽ ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എത്ര നേരം മുട്ടണം? ഡോർ ഓപ്പൺ ആകുന്നത് വരെ മുട്ടണം. ഈ സ്നേഹിതൻ കതക് തുറക്കുന്നത് വരെ മുട്ടി. അവസാനം സ്നേഹിതൻ തുറന്നിട്ട് പറഞ്ഞു, അവന് എത്ര അപ്പത്തിനാ വന്നേ? 3. യഹൂദന്മാരുടെ അപ്പം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. ഒന്ന് തിന്നുമ്പോൾ തന്നെ വയറ് നിറയും. ഹല്ലേലൂയ. അവരുടെ റൊട്ടി. നിങ്ങൾ ദുബായിലൊക്കെ പോയി കുബൂസൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു അണ്ടാവിൻ്റെ അത്ര വലിപ്പം കാണും ഒരു കുബൂസ്. ഹല്ലേലൂയ. വലുതായി, ഇത്ര വലുതാണ്. അതുപോലെ ഒരു 3 ഇത്രയുള്ള ദോശ 2 എണ്ണം തിന്നുമ്പോഴേ നമ്മളെ വയറ് നിറയും. അതുപോലെ ഒരു 3 റൊട്ടിക്ക് വേണ്ടിയിട്ടാവും വന്നേ. ആ സ്നേഹിതൻ ഉറക്കെഴുന്നിട്ട് പറഞ്ഞു, 3 എണ്ണം എടുത്ത് കൊടുക്കുകയല്ല ചെയ്തേ, നിനക്ക് വേണ്ടുവോളം എടുത്തിട്ട് പോകാൻ. കരങ്ങളെ അടിച്ചു പറഞ്ഞ്, അവൻ ഉണർന്നാൽ, യേശു നിനക്ക് വേണ്ടി ഉണർന്നാൽ, നീ ചോദിക്കുന്ന 3 അല്ല, വേണ്ടുവോളം വേണ്ടുവോളം എടുക്കുവാൻ തക്കവണ്ണം ഡോർ ഓപ്പൺ ആകുക. ദൈവത്തിന്റെ ദാസനെ ആമേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വേണ്ടുവോളം ആത്മാക്കളെ എടുക്കുവാൻ ഞാൻ ജാതികളുടെ പ്രദേശങ്ങളെ നിനക്കായി ഓപ്പൺ ചെയ്യുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. കരങ്ങളെ അടിച്ച് യെസ്, ദൈവം നിനക്ക് ഫിനാൻഷ്യൽ ഡോറ് ഓപ്പൺ ആക്കിയാൽ വേണ്ടുവോളം വേണ്ടുവോളം. ഓ, നല്ല കൈയടിച്ച് പറ, ദൈവത്തെ എഴുന്നേൽപ്പിക്കുക. യേശുവിനെ എഴുന്നേൽപ്പിക്കുന്നത് വരെ ഡോറിൽ മുട്ടുന്ന തലമുറ, ഡോറിൽ മുട്ടുന്ന തലമുറ. കമാൺ. ആഹാ ആഹാ ആഹാ. അർദ്ധരാത്രി എഴുന്നേൽക്ക, അർദ്ധരാത്രി എഴുന്നേൽക്ക, മുട്ടാം. കമാൺ കമാൺ കമാൺ. ഈ സ്നേഹിതനെ സമ്മതിക്കണം. അവന് വേണ്ടിയിട്ടല്ല അർദ്ധരാത്രി എഴുന്നേറ്റത്, മറ്റൊരുവന് വേണ്ടിയിട്ട് എഴുന്നേറ്റിരിക്കുന്നു. ഹലോ, നിനക്ക് പ്രാർത്ഥനാ വിഷയങ്ങളില്ലെങ്കിലും നിങ്ങളുടെ സഭയ്ക്ക് ഒരുപാട് വിഷയമുണ്ട്. ഹലോ, അടുത്തിരിക്കുന്ന ആളിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞേ, നിനക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയമില്ലെങ്കിലും സ്റ്റാൻലി പാസ്റ്റിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഒരു വിഷയമുള്ള സഭ, സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പം കാനഡ പോയിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് കാനഡ പോകാം, തൻ്റെ ബ്രദേഴ്സ് എല്ലാം അങ്ങോട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് യൂറോപ്പിൽ പോകാം, ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാം. അതൊന്നും ഇല്ലാതെ അഴകിയ മണ്ഡപത്ത് തന്നെ ഇരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസം മുഴുവനും സഭയാണ്. മക്കൾക്ക് വേണ്ടിയിട്ടല്ല പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, സഭയ്ക്ക്. സഭയ്ക്ക് കരമുയർത്തിയേ. ഹല്ലേലൂയ. ഇനിയൊരു വിഷയത്തിന് വേണ്ടിയിട്ട്, ഇനിയൊരു വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടിയിട്ട് രാത്രിയുടെ യാമത്തിൽ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റിയില്ല എങ്കിലും നിങ്ങളെ അയൽവാസികൾക്ക് വേണ്ടി രാത്രിയുടെ യാമത്തിൽ എഴുന്നേൽക്കുക. അവനെപ്പെട്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കാതെ, അവനെപ്പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിന്റെ അടുത്തുള്ള അയൽവക്കക്കാരന് വേണ്ടി രാത്രിയുടെ യാമത്ത് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ അവനെ എൻ്റെ ചർച്ചയിൽ കൊണ്ടുവരണേ.
കുറേ അഡ്രസ്സുകൾ കണ്ടുപിടിക്കേ. എന്നിട്ട് രാത്രിയുടെ യാമത്തെ കർത്താവിനോട് പറ, കർത്താവ് അവനെ തൊടണേ. നിങ്ങൾ പോലും അറിയാതെ ആ വീട്ടിലേക്കുള്ള ഡോർ ദൈവം ഓപ്പൺ ചെയ്യും. നിങ്ങൾ പോയി കാല് ചവിട്ടിയാൽ മതി, അവിടുത്തെ രോഗം മാറും. അവർ പറയും, സിസ്റ്റർ നിങ്ങൾ എൻ്റെ വീട്ടിൽ കാല് ചവിട്ടിയ മുതൽ എനിക്ക് ഇന്ന രോഗം ഉണ്ടായിരുന്നു, അത് സൗഖ്യമായി. നിങ്ങൾ പ്രാർത്ഥിച്ചു പോലും കാണത്തില്ല. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മതി. സ്റ്റാൻലി പാസ്റ്ററൊക്കെ ശ്രദ്ധിച്ചാണ്. നമ്മൾ ചിലപ്പോൾ ചില ഹോട്ടലുകളിൽ ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ ആരും കാണത്തില്ല. അഭിഷേകത്തിൻ്റെ ഒരു പവർ ഞാൻ പറയുന്നത്. ആ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ കുറേ ഈച്ചയും അവിടുത്തെ ആൾക്കാർ മാത്രമേ കാണൂ. നമ്മൾ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് ആ ഹോട്ടൽ ഫില്ലാവും. പെട്ടെന്ന് ആ ഹോട്ടലിൽ നിറയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പിന്നിലൊരു അഭിഷേകമുണ്ട്. സീരിയസ്ലി, അത് നമ്മുടെ മേലിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പവറാണ്. ആ ഹോട്ടലിലെ ഹൈന്ദവൻ്റെയോ മുസൽമാൻ്റെയോ ആരെന്നൊരു വിഷയമല്ല. പോയവൻ അനോയിൻറ്റഡ് പേഴ്സൺ ആയതുകൊണ്ട് അവിടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും. അത് അവിടുത്തെ ഹോട്ടൽ മാനേജർ നോട്ട് ചെയ്യും. ഇന്ന ആൾ വന്നപ്പോൾ പെട്ടെന്ന് ഹോട്ടൽ നിറഞ്ഞു. 2-3 ആവർത്തിയായ ചിലപ്പോൾ ബിരിയാണി ഫ്രീ ആയിട്ട് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് നിനക്ക്. 2-3 ആവർത്തി നിങ്ങൾ പോകാതെ ഫോൺ വിളിച്ചിട്ട് പറയും, സാർ വരുന്നില്ലേ. സീക്രട്ട് ഇതാണ്. അവർ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ സീക്രട്ട് ഇതാണ്. സാർ നിങ്ങൾക്കിന്ന് ബിരിയാണി ഫ്രീയാ, നമ്മളെ ഓഫർ വന്നത്. അവനറിയാം യവൻ വന്നാൽ 100 പേരകത്ത് കയറുമെന്ന്. അത് ലക്കൊന്നുമല്ല. ചിലർ പറയും ഐശ്വര്യമാണ് ലക്ക്. നോ, നിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ. നീ കാല് ചവിട്ടുമ്പോൾ അവിടെ ശൂന്യതകൾ മാറും, അവിടെ വർധനവുകൾ ഉണ്ടാകും. വിശ്വസിക്കുന്നവർ കരമടിച്ചു പറ, പ്രാർത്ഥിക്കുന്നവൻ എവിടെ കാല് ചവിട്ടുന്നോ അവിടെ വർധനവുണ്ടാകും, അവിടെ പെരുകും, അവിടെ ഉയർച്ചയുണ്ടാകും. Come on. Yes. ആഹാ, ചില നിമിഷങ്ങൾ അന്യഭാഷകൾ പറഞ്ഞ്, അതെ, അങ്ങനെ ഒരു അഭിഷേകം, നിറവിന്റെ അഭിഷേകം, ഓവർഫ്ലോയുടെ അഭിഷേകം. യെസ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ആദ്യം വഴക്കാ കിട്ടിയല്ലേ. ഡേയ്, എൻ്റെ മക്കൾ ഉറങ്ങുന്നു, ഡിസ്റ്റർബ് ചെയ്യാതെ പോടേ. പക്ഷെ അവൻ സ്നേഹിതനാകെ കൊണ്ട്, കണ്ടോ, അതാ എഴുതിയിരിക്കുന്നത്, സ്നേഹിതനാകെ കൊണ്ട് ലജ്ജ കൂടാതെ തട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. സ്നേഹിതനാകെ കൊണ്ട് വെക്കപ്പെട്ടു പോകവില്ലേ, ഒരു നാളും വെക്കപ്പെട്ടു പോകവില്ലേ. പറ, യേശുവിൻ്റെ അടുത്ത് പോയി ലജ്ജിക്കേണ്ടി വന്നാൽ നീ മനുഷ്യന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരില്ല. ആരാധിക്കണം. അടുത്തിരിക്കുന്നവൻ എന്തോ ചിന്തിച്ചോട്ടെ, അടുത്തിരിക്കുന്നവൻ എന്തോ കരുതിക്കൊള്ളട്ടെ. കൈയടിച്ച് നല്ല ആരാധിക്കണം. ഈ കേരളത്തിലുള്ളവരുടെ ബ്ലെസ്സിങ് എന്താണെന്ന് അറിയാമോ? ട്രിവാൻഡ്രം കഴിഞ്ഞ് അടൂര്, കൊട്ടാരക്കര, കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അയ്യോ, നല്ല ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് നിൽക്കും. കോടിക്കണക്കിന് ആസ്തിയുള്ളവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേൽക്കും, 2 കൈയും കൊണ്ട് ഇങ്ങനെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും ഒരു പെൺകുട്ടിയുടെ കാര്യം. തൃശ്ശൂർ ഏകദേശം നമ്മളെ ട്രിവാൻഡ്രം പോലത്തെ ഒരു സ്ഥലം. ഹല്ലേലൂയ. ഇരുന്ന് വചനം കേൾക്കുന്ന ആൾക്കാരാ. ഞാൻ അവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി, അത്യാവശ്യം സൗന്ദര്യവും നല്ല ഒരു
ഒരു മോഡലായിട്ടുള്ളൊരു പെൺകുട്ടി, എനിക്ക് അഭിഷേകം ഒട്ടുമില്ലെന്ന് തോന്നിച്ചൊരു പെൺകുട്ടി. ഏറ്റവും ബാക്കിലിരുന്ന വചനം കേട്ടോണ്ടിരിക്കുക. ഞാൻ എന്തോ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇരുന്ന ചെയറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ഒരു പന്ത് പിടിക്കുന്ന പോലെ തലയിൽ വെച്ചു. ഒരു പ്രാന്തിയെ പോലെ തുള്ളിച്ചാടി. അപ്പൊ ഞാൻ അന്നിങ്ങനെയാ പറഞ്ഞേ, രാജ്യത്തിന്റെ വാതിലുകൾ ഓപ്പൺ ആകുന്നു എന്ന് പറഞ്ഞു. പലരും ഇരുന്ന് കൈയടിക്കുന്ന അന്യഭാഷ പറയുന്നു. ഈ കുട്ടി മാത്രം സംതിങ് സ്പെഷ്യൽ. ചാടി എഴുന്നേറ്റ് 2 കൈയും പിടിച്ച് തലയിൽ നെഞ്ചിലൊക്കെ അങ്ങ് വയ്ക്കുക. സീരിയസ്ലി സെക്കൻഡ് വീക്ക് ഞാൻ കണ്ടു ആ കുഞ്ഞ് USA നിൽക്കുന്നത്. ആ കുഞ്ഞിൻ്റെ അപ്പൻ എനിക്കൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. തൻ്റെ മകൾ USA നിൽക്കുന്ന പോസ്റ്റ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ പിടിച്ചത് അവൾ രാജ്യത്തിൻ്റെ താക്കോലായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വെക്കപ്പെടരുത്. ലജ്ജയില്ലാതെ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ദൈവം രാജ്യങ്ങളുടെ വാതിലുകളെ ഓപ്പണാക്കും. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ അവൻ വാതിൽക്കൽ മുട്ടി. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. ലജ്ജിക്കാൻ വകയുണ്ട്. ഒത്തിരി വഴക്ക് കേട്ടു, ആട്ടി പുറത്താക്കാൻ നോക്കി, അപമാനിക്കാൻ നോക്കി, എങ്കിലും വിട്ടുപോയില്ല. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ചെറിയൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുക ചർച്ചയിൽ നിന്ന് മാറാൻ. പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, പാസ്റ്റർ കുത്തി പ്രസംഗിച്ചു, പാസ്റ്റർ ഇങ്ങനെ നോക്കി, പാസ്റ്റർ അങ്ങനെ നോക്കി. പാസ്റ്റർ ഏതെങ്കിലും കുഞ്ഞിനെ വഴക്ക് പറഞ്ഞാൽ ഉടനെ ശരി അടുത്ത ചർച്ചയിൽ പോവാം. ഇത് നോക്കി ഈ വചനം പറയുന്നു, അകത്ത് കിടന്ന് വഴക്ക് പറയുക. പോടേ, ഡിസ്റ്റർബ് ചെയ്യാതെ പോടേ, കുഞ്ഞുങ്ങളെ ഉണർത്താതെ പ്ലീസ് ഒന്ന് പോയി തരാവോ. ഇല്ല, അങ്ങനെയല്ലേ പറയുന്നത്. നിങ്ങൾ ആ വേർഡ് വായിക്കണം കേട്ടോ. എന്തുമാത്രം അപമാനം, രാത്രിയുടെ യാമത്ത് അപമാനം. ഒന്ന് പോയി താ, കുഞ്ഞു ഉറങ്ങുന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവനെ ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്ത്, ഇൻസ്റ്റഗ്രാമിലും ബ്ലോക്ക് ചെയ്ത്, വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്ത്, നമ്പരും ബ്ലോക്ക് ചെയ്ത്, അവനുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ അടുത്ത് വിളിച്ചു പറയാം അവൻ ആള് ശരിയല്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ അവൻ അവിടെ തന്നെ നിന്നപ്പോൾ സ്നേഹിതൻ എഴുന്നേറ്റിട്ട് ഡോറ് തുറന്നു. വേണ്ടുപോലെ എടുത്തുകൊള്ളുക സ്നേഹിത. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരാമേൻ പറ. ആ കനാന്യ സ്ത്രീയെ പുറത്താക്കാൻ നോക്കിയിട്ട് അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ആദ്യം നായ എന്ന് വരെ വിളിച്ചിട്ടും ലാസ്റ്റിൽ കർത്താവ് പറയുക, പ്രാർത്ഥനയുടെ വിടുതൽ കണ്ടോ, ഇസ്രായേലിൽ പോലും നിന്നെപ്പോലൊരു വിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. കരങ്ങളെ അടിച്ച് നമ്പർ 1 റാങ്ക്, 1ാം റാങ്ക്. കരം അടിച്ചു പറ. മടുത്തു പോകാതെ നിൽക്കുന്ന നിനക്ക് അവസാനത്തോളം പിടിച്ചു നിൽക്കുവാൻ നീ തയ്യാറായാൽ നിന്നെ ദൈവം 1ാം സ്ഥാനത്ത് കൊണ്ടുവരും. Yes, receive the fire of God. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നല്ല അന്യഭാഷ പറഞ്ഞ് യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ചില നിമിഷങ്ങൾ അന്യഭാഷകൾ പറഞ്ഞ് യേശുവേ യേശുവേ വിളിക്ക്. രാത്രിയുടെ യാമങ്ങളിൽ അർദ്ധരാത്രിയിലെ സ്നേഹിതനായി ഇന്ന് രാത്രി കർത്താവ് വരുന്നു. യെസ്, രാത്രിയിലെ ഭയങ്ങളിൽ നിന്ന്, രാത്രിയിലെ പോരാട്ടങ്ങളിൽ നിന്ന്, രാത്രി ഉണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് ഈ ജനത്തെ പിടിവിക്കുവാൻ മഹാദൈവം ഇന്ന് രാത്രി എഴുന്നള്ളി വരുന്നുണ്ട്.
ആഹാ 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 രഗ ധുരി ധിരി 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 ധിര ഭര ധര ധര ധര. യെസ് യെസ്, കമോൺ സഭയെ ആരാധിച്ചു ആരാധിച്ചു. മൗനമായിരിക്കാതെ മൗനമായിരിക്കാതെ. അന്യഭാഷ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ്. യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. യേശുവേ യേശുവേ യേശുവേ. ചുട ബാല ഭാര ബാല ഭാര 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 ധീര ഭാര ബാല ഭാര ഭാര ബാല ഭാര ഭാര ധിബാര രഗതുര ഭാര ബാല ബാല ബാല. സ്റ്റാൻസി സ്റ്റാൻസി മോളെ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഒരു ഭയങ്കര അഭിഷേകം സ്റ്റാൻസി എന്ന കുഞ്ഞിന്റെ മേലെ. ഇന്ന് രാത്രികൾ ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്. മോളെ നീ പാട്ടുകൾ എഴുതും, പാട്ടുകൾ പാടും, നീ ദേശത്തിന് വേണ്ടി പ്രവചിക്കും. സ്റ്റാൻസി എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. അഭിഷേകം. അറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ബ്യൂല, ബ്യൂല ആരാണ്? ബ്യൂല പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ബ്യൂല എന്ന പേരുമായി ബന്ധപ്പെട്ട് ഈ സഭയ്ക്കകത്ത് വലിയൊരു വിടുതൽ. ബ്യൂല എന്ന സഹോദരി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നുവെന്ന് ആത്മാവിനോട് രാത്രി ദൂത് പറയുന്നു. ആരും മൗനമായിരിക്കും. പ്രാർത്ഥിച്ചേ, നമുക്കിവിടെ നിർത്താം. ഇത് വലിയ സബ്ജക്റ്റാണ്. രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ജയത്തെ കാണും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി കേട്ടോ. ആദിയാമകം അല്ലേ, 15-ാം അധ്യായം ജെനസിസ് ചാപ്റ്റർ 15 വായിക്കുമ്പോൾ, അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതി വന്നു, അന്ധതമസ് അവന്റെ മേൽ വീണു. 13-ാമത്തെ വചനം, ദൈവസന്നിധിയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അർദ്ധരാത്രി ഒരു ശാപം വരികയാണ്. അർദ്ധരാത്രിയിലാണ് ദൈവത്തോട് മിസ്റ്റേക്കുകൾ വരുത്താൻ സാധ്യതയുള്ള സമയം. നിന്റെ സന്തതി 400 സംവത്സരം മിസ്രയീമിൽ അടിമയായി മാറും. ഹല്ലേലൂയ. അതേ ശാപത്തെ പ്രൈസ് ദി ലോർഡ് ദൈവം പുറപ്പാട് 12-ാം അധ്യായത്തിൽ മാറ്റുകയാണ്. അർദ്ധരാത്രിയിൽ ദൈവം ഫറവോന്റെ സിംഹാസനത്തിൽ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി, എക്സോഡസ് 12-ാം അധ്യായം 29-31. ഹല്ലേലൂയ. ഫറവോന്റെ സിംഹാസനം മുതൽ സകല ഭൃത്യന്മാരുടെ ഭവനത്തിനകത്ത് ആദ്യജാതനെ കൊന്നുകളയുവാൻ ദൈവം സംഹാര ദൂതനെ അയക്കുന്നത് ഒരു അർദ്ധരാത്രിയിലായിരുന്നു. ഹല്ലേലൂയ. ശത്രുവിന്റെ വീട്ടിനകത്ത് സംഹാര ദൂതൻ കയറി താണ്ഡവമാടുമ്പോൾ, ശത്രുവിന്റെ വീട്ടിനകത്ത് നിലവിളി ഉയർന്നപ്പോൾ, ദൈവജനത്തിന്റെ വീട്ടിനകത്ത് ദൈവം ആരാധനയുടെ ശബ്ദം കേട്ടു. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അർദ്ധരാത്രി നിന്റെ വീട്ടിനകത്ത് ആരാധന വെളിപ്പെട്ടാൽ ശത്രുവിന്റെ വീട്ടിനകത്ത് നിലവിളി ഉണ്ടാകും. കരങ്ങളെ അടിച്ച് പോരാ പോരാ പോരാ, നല്ല കൈയടിച്ച് നല്ല കയ്യെ തട്ടി അന്യഭാഷ പറഞ്ഞ ആരാച്ച്. ഒരു അർദ്ധരാത്രി ശാപം വന്നു എങ്കിൽ അതേ അർദ്ധരാത്രി ശാപത്തിന് മോചനം. ഹല്ലേലൂയ.